സെമിസ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാഷ് വെനസ്ഡേ ആണ്. അപ്പം ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് പള്ളിയിൽ ആരാധന ഉള്ളത്. അപ്പം രാവിലെ 9 മണി ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് പോകുന്ന വീഡിയോയും പിന്നെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് 9 മണിക്ക് ക്ലാസ് ആണെങ്കിൽ നമ്മൾ 9 മണിക്ക് ഇവിടെ നിൽക്കും. 9 മണിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ്. യാൻഡെക്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെമിസ്റ്ററിൽ ഒരു വീഡിയോ എടുക്കും എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് നമ്മൾ കരുതി ഇന്നെടുക്കാം. ഇന്നെടുത്ത് ക്യാഷ് വെനസ്ഡേ എല്ലാം കൂടെ കഴിച്ചു. അപ്പം അത്രയുള്ള കാര്യങ്ങൾ ഇനി ക്ലാസ്സിൽ പോയിട്ട് ബാക്കി കഴിച്ചു തരാം. രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓട്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, പംകിൻ സീഡ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ ഹെൽത്തി ആയിട്ട് മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. ആഴ്ചയിലൊരിക്കലാണെന്ന് മാത്രം. പിന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, അതായത് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്ന ദിവസങ്ങൾ. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ദിവസം നമ്മൾ ഷോർട്സ് എടുക്കുന്നു. അതെ, 2 സ്പൂൺ കഴിക്കുമ്പോഴേക്കും വണ്ടി വരും. ടീച്ചർ മെസ്സേജ് ഇട്ടിരുന്നു, വേറെ അറിയൂ 9:03 9:04 ടീച്ചർ അങ്ങനെ ചോദിക്കായിരിക്കും വേറെ അറിയൂ എന്ന്. ആക്ച്വലി ഗൈസ് ദ തിങ് ഈസ് നമുക്ക് അങ്ങനത്തെ ഞാൻ ഒന്ന് കുളിച്ചു, അതുകൊണ്ടല്ല ലേറ്റായത്. ഞങ്ങളെന്നും ലേറ്റാണ്. അതെടുത്ത് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലല്ലോ അല്ലേ? അല്ല, 2 പേരുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ടാക്സിയുടെ പൈസ കുറച്ചാവുള്ളൂ. അതുകൊണ്ട് തിരിഞ്ഞോ? തിരുവനന്തപുരത്തോട്ടോ? തിരിഞ്ഞാന്നല്ലേ ചോദിച്ചത്? തിരിഞ്ഞാന്നാണ് ഞാൻ ചോദിച്ചത്. പൊന്നി അടിപൊളി സെറ്റപ്പ്. ബ്ലോഗ് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചോണ്ടിരുന്നു അക്കുലകത്ത് വന്നു കഴിഞ്ഞാൽ അകത്ത് വെട്ടം കിട്ടൂല, ഫ്ലാഷ് അടിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു. എപ്പോഴാണ് हाय गाइस, हम ब्लॉग स्टार्ट करते हैं. अभिषा अविला का. देन अभिषा एंड अविला इज माय गुड फ्रेंड. सो आज क्या है, कल हमारा पहला रोज़ा भी है और आज इनका फर्स्ट फास्टिंग है, अविला अभिषा का. और हमने इनके लिए आज BYD बुक की थी. ഭക്തി സാന്ദ്രമായ വഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ? ഭക്തി ഹിന്ദിയിലും ഭക്തി അല്ലേ? No, it's not bhakti song. Like it is शायरी for love. Morning में आंखें नहीं खुलने love कहाँ से होगा? ഭാഷ അറിഞ്ഞില്ലാത്ത ഭാഷയിൽ വഴി പറഞ്ഞെടുക്കുന്ന സ്വയം. इंडिया नमस्ते നമസ്തേ. ये भी ले लो. हाँ, 9 बजे क्लास में आए हैं और 9:30 बजे क्लास में 9:30 बज गए और देखो आंखें नहीं खुलेंगे. ദൂരദർശൻ. मैंने तो मुंह भी नहीं धोया अभी तक. ആക്ച്വലി ഇപ്പൊ തണുപ്പ് കഴിഞ്ഞിട്ട് और जो ब्रेकफास्ट है, ब्रेकफास्ट का कुछ पता नहीं है कि किधर है ब्रेकफास्ट. ആദ്യ വ്ളോഗ്. സോ ഇപ്പൊ എന്ന് പറയുന്നത് തണുപ്പ് കഴിഞ്ഞ് ചൂടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കണ്ടോ, ഇന്ന് ജാക്കറ്റ് കിട്ടില്ല, കാരണം ഫുള്ള് ടാക്സിയിലാണല്ലോ. പിന്നെ ഇടണ്ടാന്ന് വെച്ച് പിന്നെ തണുപ്പ് കഴിഞ്ഞ് ये लोग कजाकिस्तान से घूम के आए हैं. देखो अभी सर्दी लग रही है ज़्यादा. ഇപ്പൊ തണുപ്പ് കഴിഞ്ഞ് ചൂടിലോട്ട് പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തണുപ്പ് സമയത്ത് നന്നായിട്ട് ഉറങ്ങി ശീലിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നബീഹ ഹീര ഹംസ. നമ്മുടെ ഔട്ട് പേഷ്യൻ്റ് ബോഡി ക്ലിനിക് തെറാപ്പി ടീച്ചറാണ് പുള്ളിക്കാരി. ഇവിടുത്തെ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അടുത്തിരിക്കുന്നത് വേറൊരു ടീച്ചറാണ്. ഒരു സമയം പോലും പാഴാക്കാതെ പഠിക്കുന്ന ഷോയും. चोरों को क्या बोलते हैं?
Thief market. Thief market. Thief market. And in like stolen. In like the price of 10,000 कितना हुआ सोन? 20. 1 million and now he can start his phone. ഗൈസ്, അപ്പോൾ നമുക്കിപ്പം ക്ലാസ് തുടങ്ങിയിട്ട് ബ്രേക്ക് തന്നപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. ക്ലാസ് PPT ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്ത് ഞങ്ങളെല്ലാം ഇന്ന് നബിയായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ ദിവസവും ഓരോരുത്തർ ഇൻഡിവിജ്വൽ ടാസ്ക്കായിട്ട് ഓരോ PPT ചെയ്യണം. അത് കഴിഞ്ഞ് ടീച്ചർ കുറേ MCQ തരും, അത് ചെയ്ത് കൊടുക്കണം. പിന്നെ സിറ്റുവേഷണൽ ടാസ്ക് ചെയ്യും. ഇപ്പം PPT പ്രസൻറ്റേഷൻ കഴിഞ്ഞു, MCQൻ്റെ അത് കഴിഞ്ഞു, ഇത് ബ്രേക്ക് തന്നു. ഇനി പോയിട്ട് സിറ്റുവേഷണൽ ടാസ്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇതുവരെയും ഉള്ള ഒരു വിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ പോയാലും 12 മണിയാകുമ്പോൾ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണം. അത്രേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലും റോസാണ്, റൈറ്റ് സൈഡിലും റോസാണ്, ഫ്രണ്ടിലും റോസാണ്, ചുറ്റും റോസാണ്. ഞാൻ അഭിഷേകാണ്. Tashkent, but I study here. I transferred my study. Will migrate from this hospital to this, like from 4 till 4 o'clock they will be here. From 4. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി നമ്മൾ ചപ്പാത്തി സാമ്പാറും കഴിക്കാൻ പോകുന്നു. പിന്നെ നമ്മൾ എന്തുണ്ട് വിശേഷം? വേറെ പറ, പൊന്നു വിശേഷം പറ. പിന്നെ നമ്മൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമന്റ് വഴി ഇടുക. ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്യുക ഗൈസ്. എല്ലാവരും ആരെങ്കിലും ഒക്കെ പറ, ഹോം ടൂർ ഇടാൻ പറ, അങ്ങനെയൊക്കെ പറ. അങ്ങനെയുള്ള റൂം ഒന്ന് വൃത്തിയായിട്ട് വീടൊക്കെ. അപ്പം ഞാൻ അന്ന് ക്ലീനാക്കി ജനലെല്ലാം വൃത്തിയായിട്ടിരിക്കുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ സ്നോയിൽ കളിക്കുന്ന വീഡിയോ ഇട്ടപ്പം ഒരാൾ നമ്മുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ലൊക്കേഷൻ ചോദിച്ചു. അതായത് അവർക്ക് വരാൻ നമ്മൾ യൂറോപ്പിൽ പോയോ, അന്റാർട്ടിക്കയിലോട്ട് പോയോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കളിച്ച ലൊക്കേഷൻ്റെ ഇതാണ്. ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ കളിച്ച ലൊക്കേഷൻ. ഇപ്പോൾ ഇരിക്കുന്ന വീട്, ഇതാ ഇരിക്കുന്ന കളിച്ച ലൊക്കേഷൻ. എല്ലാവരും ചോദിച്ചത് എവിടെയാണ് ഈ കറക്കം? ഒന്നും പഠിക്കില്ല, എന്നും കറക്കം തന്നെ. ഇതാണ്, പഠിക്കാനൊന്നും സമയമില്ല. വീട്ടിൻ്റെ മുറ്റത്തിറങ്ങി സ്നോയിൽ കളിയാണ്. ഇന്ന് കണ്ട, ഇന്ന് സ്നോയും ഉണ്ട്, നിറയുണ്ട്. ഇനി നമ്മളെ വീട് കാണിച്ചു തരാം. കാണുന്നതാണ് നമ്മുടെ വീട്. പൊന്ന് പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം പൊന്നിന് പെട്ടെന്ന് ചപ്പാത്തി എനിക്ക് ചൂടാക്കി തരണം, സാമ്പാർ എനിക്ക് ചൂടാക്കി തരണം. അങ്ങനെ കുറേ ജോലി ഉള്ളത് കൊണ്ട് പൊന്ന് ഹായ്. ഈ അപ്പൂപ്പനാണ് നമ്മുടെ അപ്പൂപ്പൻ. നമ്മുടെ വൈഫൈ തരുന്ന അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ നമുക്ക് വേണ്ടി അപ്പൂപ്പൻ്റെ മോനെ ഇരിക്കും ഇനി. അപ്പൂപ്പൻ നമുക്ക് ഇടയ്ക്ക് ഹറാഷ് ബൈ ബൈ. അപ്പം പറഞ്ഞു വന്നത്, അപ്പൂപ്പൻ നമുക്ക് വൈഫൈ തരും. അപ്പം നമ്മൾ വൈഫൈ തരുന്ന പൈസ കൊടുത്തിട്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പില്ലാഫ് ഉണ്ടാക്കി തരും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. ഇതാണ് അപ്പൂപ്പൻ്റെ വീട്. മുന്നോട്ട് പോകുന്ന നല്ല വീടുണ്ട്. എന്നിട്ട് പിന്നെ ചിലപ്പോൾ നമുക്ക് ആപ്പിൾ തരും, ഓറഞ്ച് തരും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സ്നേഹം നിറഞ്ഞ ഒരു അപ്പൂപ്പനാണ് അപ്പൂപ്പൻ. പിന്നെ ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് ഭയങ്കര സ്നേഹമാണ്. താക്കോലാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ വള്ളിയിൽ പോകുന്നുണ്ട്. 4 മണിക്ക് പോയിട്ട് ഒരു പാട്ടിൻ്റെ വീഡിയോ എടുക്കും. ഞാനും ഇവളും നെൽസണും കൂടെ. ഞങ്ങളെ ജൂനിയറാണ് നെൽസൺ, ആന്ധ്രാകാരനാണ്. ഇവിടെ 4:30 ആകുമ്പോൾ റോസറി തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് 4 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 4:15 കഴിഞ്ഞു. 4:10 പിന്നെ ഇവിടെ നിന്ന് അവനെ പിക്ക് ചെയ്ത് ഞങ്ങൾ പള്ളിയിലോട്ട് പോകും. എന്നിട്ട് അവിടെ വെച്ചായിരിക്കും ഷൂട്ട്. അത് കഴിഞ്ഞ് 5 മണിക്ക് 4:30 റോസറി ജപമാല. അത് കഴിഞ്ഞ് 5 മണിക്ക് ആരാധന. അപ്പം അങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ഇനിയുള്ള ആകമൊത്തം അവലോകനം. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, തീർന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. എൻ്റെ കുറേ ഹായ് ഉണ്ട്. എന്തിങ്ങനെ ഹായ് പറയണേ? പൊന്നു കുറേ നേരം കൂടി ഇങ്ങനെ അതും
സെക്കൻഡ് കഴിഞ്ഞിട്ട് പോയി ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കും ചിരിച്ചോണ്ട്. നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. ആരെ? ആ. നിങ്ങളുടെ ഹായ് ഒക്കെ ഞാൻ നേരിട്ട് കാണുകയാണെങ്കിൽ ഹായ് തരാറുണ്ടല്ലേ. പൊന്നു പറഞ്ഞാൽ വെൽക്കമിങ് ആണ്. താങ്ക് യു. എന്നെ പൊക്കി പറയുമ്പോൾ എനിക്കൊരു സുഖമുണ്ട്. താങ്ക് യു. Говорит Господь, обратись ко мне всем сердцем своим, Господи, помилуй, всеми согрешили, и Духа Твоего Святого не отними от меня. Святого апостола Павла Коринфянам. Братья, мы посланники от имени Христова, и как Слава Тебе, Господи. Иисус сказал ученикам своим: смотрите, не возвратишь. Помните, что ты прах, прах возвратишь. Помни, человек, что ты прах возвратишь. И кровью Господа нашего Иисуса Христа. നമ്മളങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് കുരിശ് വരച്ചിരിക്കുകയാണ്. പണ്ട് സ്കൂളിൽ പിള്ളേരെ ഇങ്ങനെ വരച്ചിട്ട് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട്. ഇന്ന് ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നിൻ്റെ മുഖത്തിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കൊച്ചുള്ളവരെ കാണിക്കും പോലെ ഞാനാണ് ക്യാമറ എടുത്തിട്ട് കണ്ടതിൻ്റെ ഇങ്ങനെയായിരുന്നു. ഭയങ്കര അല്ല, ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു. കാരണം ഇവിടെ കത്തോലിക്കക്കാർക്ക് മാത്രമേ കുർബാന കൊടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറിച്ച് വരയ്ക്കുമെന്നുള്ളൊരു ഇത് ഞങ്ങൾ പ്രൊട്ടസ്റ്റൻസുകാർക്ക് ഡൗട്ടാണ്. അപ്പം ഞാൻ എണീറ്റിങ്ങനെ പോയപ്പോൾ ഞാൻ ഇവനെ കൂടെ വിളിച്ച്, ഇവന് CSA ആണ്. അല്ലേ മറ്റേ ഇവർ പാകിസ്ഥാൻ പിള്ളേർ പോകണല്ലോ. അപ്പം എനിക്കൊരു അവരും യൂണീസൊക്കെ പോയി. അത് പിന്നെയല്ലേ ആദ്യം വന്നില്ല. ആദ്യം വന്നില്ല. We can add sisters for chorus. Today. Nothing like today, tomorrow. Everything is now. Because today I'm there. అత్యున్నత సింహాసనముపై ఆసీనుడవైన మహిమా ഗൈസ്, നമ്മളപ്പം പള്ളിയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്താറായി. വീട്ടിലെത്തി. പിന്നെ എന്തൊരു താല്പര്യമില്ലാത്തവരെ പൊന്നൊരു താല്പര്യമൊന്നുമില്ല. നല്ല തണുപ്പ്. ഞാൻ പോണ്. നല്ല തണുപ്പൊന്നുമില്ല, ചെറിയൊരു തണുപ്പേ ഉള്ളൂ. തണുപ്പ് നല്ല കുറവുണ്ട്. എനിക്ക് എന്തായാലും അതിലൊരു സമാധാനമുണ്ട്. ഇനി അങ്ങോട്ട് വെട്ടങ്ങളുടെ ദിവസമാണ്. ഇനി നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ വെളിയിറങ്ങുമ്പോൾ പ്ലച്ച് എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് വെട്ടം നമ്മളെ കണ്ണിൻ്റെ അകത്ത് വന്നിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു വെയിലിൻ്റെ ഈ ചൂടിൻ്റെ ഒരു ചൂട് കാലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഹോറബിൾ. അപ്പം ഇത്രയേ ഉള്ളൂ. അതായത് പള്ളിയിൽ നമ്മൾ 2-3 പാട്ടൊക്കെ എടുത്തു. ആ പാട്ടൊക്കെ എനിക്ക് കേൾപ്പിച്ചു തരാം. പിന്നെ ആരാധന നല്ല രസമുണ്ടായിരുന്നു. ആരാധന കഴിഞ്ഞ് ഇവിടുത്തെ ഡ്യൂക്ക് ഇതോ പോയി. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ശരി, എന്നാൽ ബൈ.